ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ കഴിഞ്ഞത്. ഇന്ന് ഈ രാത്രിയുടെ ചിന്തയ്ക്ക് വേണ്ടി ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തു നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. അത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു. അത് ദൈവം തന്നെ വച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എങ്കൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. ഈ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ദൈവസഭയ്ക്ക് എഴുതി ഈ ഒന്നാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നാല് കൂട്ടം കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയെ, അതിൽ മഹത്തകരമായ അടയാളം പ്രാപിച്ച ക്രിസ്തീയ സഭയെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. ഒരു ക്രിസ്തീയ സഭ എങ്ങനെയായിത്തീരണം, ക്രിസ്തുവിൽ ജീവിക്കുന്ന മഹത്തമായ രീതിയിൽ ജീവിക്കുന്ന ദൈവസഭ എങ്ങനെയായി തീരണം എന്ന് പൗലോസ് അപ്പോസ്തലൻ 27 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മളെ ഓർപ്പിച്ചുണർത്തുന്നു. ഒന്ന്, പൗലോസ് അപ്പോസ്തലൻ 27-ാം വാക്യത്തിൽ 3 കാര്യങ്ങൾ പറയുന്നു. 27-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു ക്രിസ്തീയ പൈതലിലെ പെരുമാറ്റം എന്തായിത്തീരണം, പെരുമാറ്റം, അല്ലെങ്കിൽ ഈ പെരുമാറ്റം അവൻ എവിടെയാണ് പൗരത്വമുള്ളത് എന്ന് ഓർത്ത് പെരുമാറുന്നവൻ ആയിത്തീരണം. 2, സുവിശേഷത്തെ ബഹുമാനിക്കുന്നവൻ ആയിത്തീരണം. ഈ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാവും. 3-ാമത്തെ കാര്യം, ഉറച്ചു നിൽക്കുന്നവൻ ആയിത്തീരണം. 4, ധൈര്യമുള്ളവനായിത്തീരണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ 27-ാം വാക്യത്തിൽ 3 കാര്യങ്ങളും 28, 29, 30 വാക്യങ്ങളിൽ 1 കാര്യം, ധൈര്യം ഉള്ളവനായി തീരുക എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുന്നു. അപ്പോൾ ഈ ക്രിസ്തീയ പെരുമാറ്റം അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മുടെ ബൈബിളിൽ ഇപ്രകാരമാണ്: യോഗ്യമായി മാത്രം നടക്കുക. അവിടെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് പോൾത്തിയുസോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ പെരുമാറ്റം എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിന് യോഗ്യമായി പെരുമാറുക എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്ക് പറയാൻ വലിയൊരു കാരണമുണ്ട്, പെരുമാറ്റം. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമം വായിക്കുമ്പോൾ 2 സ്ഥലത്ത് മാത്രമേ ഈ ഗ്രീക്ക് വേർഡ് കാണുവാൻ കഴിയുന്നു. ഒന്ന്, പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ഈ 2-ാമത്തെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ മാത്രമേ ഈ വാക്ക്, അവിടെ പെരുമാറ്റം എന്ന വാക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. പെരുമാറ്റം, ഈ അർത്ഥത്തിൽ പെരുമാറ്റം എന്ന വാക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. ഈ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്ക് ഒരു ക്രിസ്തീയ പൈതൽ എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റം എങ്ങനെ ആയിത്തീരണം, കാരണം അവൻ സ്വർഗീയ പൗരത്വം ഉള്ളവൻ ആയതുകൊണ്ട് അവൻ്റെ പെരുമാറ്റം, അവൻ്റെ നടപ്പ് ക്രിസ്തുവിന് യോഗ്യമായി നടക്കണം. ഈ പൗലോസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ, ഈ ഫിലിപ്പിയ ദൈവസഭയെ നോക്കിക്കൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്, അല്ലെങ്കിൽ ഈ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഫിലിപ്പിയ ദൈവസഭയുടെ സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയാം. ഈ റോമ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു കോളനി ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഫിലിപ്പിയ നഗരം. അപ്പം അവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ റോമൻ പട്ടാളത്തിൽ സോൾജിയർ ആയിരുന്നവർ റിട്ടയർമെന്റ് പ്രാപിച്ച ശേഷം ഇവിടുത്തെ പൗരത്വം എടുക്കുവാൻ വേണ്ടി ഈ കോളനിയിലേക്ക് പ്രവേശിച്ച് അവരുടെ താമസം മാറ്റുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരും, അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ച് റോമൻ ഗവൺമെന്റ് അവർക്ക് പൗരത്വം കൊടുത്ത് ഈ സ്ഥലത്ത് ആക്കി വെച്ചവരുമാണ് ഈ ചുറ്റുപാടും താമസിക്കുന്നത്. അവർ മറ്റുള്ള വെളിയിൽ നിന്നുള്ള ശത്രുക്കളെ അകത്തേക്ക് കയറ്റാതെ അവർക്ക് തന്നിരിക്കുന്ന ആ പവർ അനുസരിച്ച് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ജയിലറയ്ക്കകത്ത് കിടന്നുകൊണ്ട് ഈ ലേഖനം എഴുതുകയാണ്. ജയിലറയ്ക്കകത്തുനിന്ന് ഒരു കാരണവശാലും താൻ വെളിയിൽ വരികയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഫിലിപ്പിയ ദൈവസഭ എങ്ങനെയായി തീരണമെന്ന് അവരോട് പറയണം. നിങ്ങളുടെ പൗരത്വം, നിങ്ങൾക്ക് റോമൻ പൗരത്വം ലഭിച്ചപ്പോൾ നിങ്ങളുടെ നടപ്പ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ആരാധന രീതികൾ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ വസ്ത്രധാരണം എങ്ങനെയായിരുന്നു. ഈ പൗലോസ് അപ്പോസ്തലൻ ലേഖനത്തിൻ്റെ കമന്ററികളൊക്കെ വായിച്ചു വരുമ്പോൾ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ദൈവസാന്നിധ്യത്തോട് അടുപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളിൽ വാക്യത്തിനകത്ത് നമുക്ക് പഠിച്ചെടുക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിത രീതി, ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പൗരത്വത്തോടു കൂടി നമുക്ക് യോജിച്ചു
പോകാൻ കഴിയുള്ളൂ. അപ്പൊ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് റോമൻ പൗരത്വം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അവരുടെ ആരാധന രീതിയോട് നിങ്ങൾ കൂട്ടിച്ചേർന്നു, അവരുടെ വസ്ത്രധാരണത്തോട് നിങ്ങൾ കൂട്ടിച്ചേർന്നു, അവരുടെ ജീവിത ശൈലിയോട് നിങ്ങൾ കൂട്ടിച്ചേർന്നു. അതുപോലെ സ്വർഗീയ പൗരന്മാരായിരിക്കുന്ന ഫിലിപ്പിയ ദൈവസഭ സ്വർഗീയ പൗരന്മാരായി തീരുമ്പോൾ നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ പെരുമാറ്റം ക്രിസ്തുവിന് യോഗ്യമായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമായി ദൈവസഭയെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ക്രിസ്തീയ വിശ്വാസികളായി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പെരുമാറ്റം, ക്രിസ്തുവിലുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയായി തീരണമെന്നും വേദപുസ്തകം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലുള്ള പെരുമാറ്റങ്ങൾ, കഴിഞ്ഞ ആഴ്ചയിൽ ആ ദൈവജനം സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അദ്ദേഹം പറഞ്ഞൊരു വാക്യപ്രമാണം, നമ്മൾ നിമിത്തം ഒരുവനെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുവാൻ അനുവദിക്കരുത്. കാരണം നമ്മുടെ പെരുമാറ്റം ക്രിസ്തുവിലുള്ളതായി തീരണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതിനുള്ള ലക്ഷ്യം വെച്ചിരിക്കുന്നത്, നമ്മുടെ പൗരത്വം ഈ ലോകത്തിലെ അല്ല, വരുവാനുള്ള ലോകത്തിലേക്ക് പൗരത്വം വെച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോൾ നമ്മുടെ നടപ്പ് എങ്ങനെയായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ വ്യക്തമായി ഈ ലേഖനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ പൗരത്വം, സ്വർഗീയ പൗരത്വന്മാരായി കഴിഞ്ഞാലുള്ള കുറച്ച് ലക്ഷ്യം കൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വർഗീയ പൗരന്മാരായി കഴിഞ്ഞ ദൈവത്തോട് ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ സ്വർഗീയ പൗരത്തിൽ ഈ ക്രിസ്തുവിലുള്ള യോഗ്യമായി നടക്കുവാൻ കഴിയുള്ളൂ. മാത്രമല്ല അവരുടെ ഭാഷ, ലാംഗ്വേജ് സ്വർഗീയമായിരുന്നേക്കും. ഈ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പഴയതല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എഫേസ്യ ലേഖനമൊക്കെ പഠിച്ചതുപോലെ പഴയതെല്ലാം മാറി പുതിയതായി തീർന്നു. പുതിയതായി തീരുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ലാംഗ്വേജ്, സംസാര രീതി ദൈവത്തിന് യോഗ്യമായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ അവനെ പഠിപ്പിക്കുന്നു. മാത്രമല്ല ക്രിസ്ത്യാനിക്ക് അഭിമാനമാകുന്ന രീതിയിലുള്ള നടപ്പായിരിക്കും ഒരു ദൈവ പൈതലിന്. മാത്രമല്ല അവന്റെ ആചാരങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളതായിരുന്നിരിക്കും. അവൻ ധരിക്കുന്ന വസ്ത്രം കർത്താവിന് യോഗ്യമാകുന്ന വസ്ത്രമായിരിക്കും. ഈ ലോകത്തിന്റെ മലിനതകൾ, ഈ ലോകത്തിന്റെ മോഹങ്ങൾ ഒരിക്കലും അവന്റെ ഹൃദയത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുവാൻ അനുവദിക്കത്തില്ല. കാരണം അവൻ സ്വർഗീയ പൗരനാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്ക് പറയുന്നതിന്റെ കാരണം എന്നറിയാമോ? നുഴഞ്ഞു കയറ്റക്കാരെ തടയാൻ വേണ്ടി ആ കോളനി, ആ ബോർഡറിൽ സ്ഥാപിച്ച് ഒരു കോളനിയാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ വെളിയിൽ നിന്നുള്ള ഒരു ശത്രുവിന് പോലും അകത്തേക്ക് കയറുവാൻ കഴിയാത്തതുപോലെ പൗലോസ് ഇവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അതുപോലെ ആ രാജ്യത്തെ നിങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് പോലെ, നിങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ, ആ റോമൻ പൗരത്വത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് പോലെ സ്വർഗീയ പൗരന്മാരായിരിക്കുന്ന നിങ്ങൾ ഈ ലോകത്തിന്റെ മലിനതകൾ, ഈ ലോകത്തിന്റെ മോഹങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് നുഴഞ്ഞു കയറാതെ സൂക്ഷിക്കുന്നവരായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നെ പ്രിയ സ്നേഹിതരെ, നമ്മൾ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ഈ രാത്രിയിലും ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന് 9-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണല്ലോ. 9-10 വാക്യം, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുവാനും എന്ന് ക്രിസ്തുവിന്റെ നാളിൽ നിർമ്മലും ഇടർച്ചയില്ലാത്തവരും ആയിത്തീരണം. നമ്മുടെ നടപ്പ് എങ്ങനെയായിത്തീരണമെന്ന് ആ വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ഇനി 1 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ ഒരു വാക്ക് പ്രകാരമാണ് പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായി തീരുക. അപ്പോൾ ഒരു ദൈവ പൈതൽ എപ്രകാരം നടക്കണം? അവന്റെ വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ വിശ്വാസികൾക്ക് അന്യോന്യം മറ്റു വിശ്വാസികൾക്ക് മാതൃകയുള്ളവരായി നടക്കുവാൻ കഴിയണം. നമ്മുടെ ജീവിതയാത്രയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ അധപ്പതനത്തിന് കാരണമെന്നറിയാമോ? നമ്മുടെ പഴയകാല പിതാക്കന്മാർ കാണിച്ചു തന്ന സകല മാതൃകകളും, അവർ കാണിച്ചു തന്ന സകലത്തിനെയും ഇന്ന് തള്ളിക്കളഞ്ഞിട്ട്
പുതിയൊരു ജനറേഷൻ, പുതിയൊരു വ്യക്തി ജീവിതങ്ങൾ ദൈവസഭയുടെ 2, 3, 4 തലമുറകൾ കടന്നു വന്നപ്പോൾ ഈ വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും ആരാധനയിലും മറ്റ് ഇതര കാര്യത്തിലൊന്നും ശ്രദ്ധ അല്ലെങ്കിൽ മറ്റിതര കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് അവരെ ആരും ഭരിക്കുവാനോ അവരെ ആരും ചോദ്യം ചെയ്യുവാനോ ഇല്ല എന്നുള്ള ധാരണയിൽ നടക്കുന്ന ഒരു സമൂഹമായി ആത്മീയ ഗോളം അത് പതിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ പ്രാർത്ഥനയിലും എല്ലാ ആരാധനയിലും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യുവാക്കന്മാർക്ക് വേണ്ടി, യുവതികൾക്ക് വേണ്ടി ദൈവസഭ കരയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇന്ന് ദൈവത്തോട് സ്നേഹമില്ലാത്ത, ദൈവവചനത്തോട് സ്നേഹമില്ലാത്ത, ദൈവദാസന്മാരോട് സ്നേഹമില്ലാത്ത, ദൈവസഭയോട് സ്നേഹമില്ലാത്ത ഒരു തലമുറയായിക്കൊണ്ടിരിക്കുമ്പോൾ, വചനത്തിന് വിരുദ്ധമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ വാക്കില് നമ്മുടെ യൗവനം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ യൗവനം ആരും തുച്ഛീകരിച്ച് കളയാതിരിക്കാൻ അവരുടെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലുമുള്ളവരായി തീരുവാൻ വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ പൈതലിന്റെ പെരുമാറ്റം, നടപ്പ് ക്രിസ്തുവിന് യോഗ്യമായി ഉള്ളതായി തീരണം. അതുകൊണ്ടാണല്ലോ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്കിൽ നിങ്ങളിൽ ജ്ഞാനം വിവേകമുള്ളവൻ ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയുടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണട്ടെ. അപ്പോൾ നമ്മുടെ പ്രവൃത്തി ക്രിസ്തുവിൻ്റെ മാതൃകയുള്ളതായി തീരുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നടക്കുവാൻ നമ്മൾ തയ്യാറാക്കി തീരുമ്പോൾ, അല്ലെങ്കിൽ ജ്ഞാനമുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡിഗ്രിയുടെയൊക്കെ നമ്മൾ ഇത് കാണിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവവചനം പറയുന്ന ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് ഈ യാക്കോബ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ജ്ഞാനത്തിന് ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന സ്വർഗീയ പൗരന്മാരായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നടക്കേണ്ടത് എപ്രകാരമായി തീരണം? ഞാനെന്നുള്ള ഭാവത്തെ മറികടന്നിട്ട് സൗമ്യതയോടെ നടക്കുവാൻ കഴിയണം. അതാണ് യഥാർത്ഥ ദൈവീയ ജ്ഞാനമുള്ള, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച, ദൈവകൃപ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആ സൗമ്യതയോടെ നടക്കുവാൻ കഴിയണം. കാരണം അത് പറയാനുള്ള കാരണം ഈ പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കാത്തിരിക്കുന്ന ഒരു കാര്യമാണല്ലോ കർത്താവിന്റെ വരവ്. സൗമ്യതയോടെ, ജ്ഞാനത്തിന് ലക്ഷണമാകുന്ന സൗമ്യതയോടെ നടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 10 മുതൽ 13, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടിമുഴക്കത്തോ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ അഴിയുവാനുള്ളതാകിയാൽ ആകാശം ചുറ്റൊഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവത്തിന്റെ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനം ഭക്തിയും ഉള്ളവരായി തീരും. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്ത് വന്നിരിക്കണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൗമ്യതയോടെ ക്രിസ്തുവിന് വേണ്ടി ആ ദൈവരാജ്യത്തെ നോക്കി, ആ പൗരത്തെ നോക്കി ജീവിച്ച പൈതൽക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ നമ്മൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായി തീരണം. ഒരുപക്ഷെ കാഴ്ചയിൽ ഭക്തിയുള്ളവരെ കണ്ടിട്ട് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും അവൻ ഭക്തനാണെന്ന് പറയാൻ കഴിയും. പക്ഷെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഭക്തിയുണ്ടോ, ജീവിത വിശുദ്ധി ഉണ്ടോ എന്ന ഒരു ചോദ്യം കർത്താവ് നമ്മോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ആൻസർ പറയുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ളവനാണ് കള്ളനെ പോലെ വരുന്ന ദിവസത്തിൽ ആ കാഹളധ്വനി കേൾക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് രൂപാന്തരപ്പെട്ട് മടങ്ങിപ്പോകുവാൻ കഴിയുള്ളൂ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, പിതാക്കന്മാർക്ക് ആഹാരത്തിന് വകയില്ലായിരുന്നു, വസ്ത്രത്തിന് വകയില്ലായിരുന്നു, പാർപ്പിട സൗകര്യങ്ങളില്ലായിരുന്നു, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതുള്ള വാഹന സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷെ അവർക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, റൂമുകൾക്കകത്തിരുന്നുകൊണ്ട് അവർക്ക് ഉള്ള സാഹചര്യത്തിനകത്തിരുന്നുകൊണ്ട് മുഴങ്കാലുകളെ മടക്കിയിട്ട് ദേശത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കരയുന്ന ഒരു പിതാക്കന്മാരുടെ മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു. കാലഘട്ടം മാറിപ്പോയി, സാഹചര്യങ്ങൾ നമുക്ക് മാറി വന്നപ്പോൾ നമുക്കിപ്പോൾ ജീവന് വിശുദ്ധി വേണ്ട, ദൈവസഭയുടെ ആരാധന വേണ്ട, ദൈവ
ദൈവസഭയുടെ കൂട്ടായ്മ വേണ്ട, മറ്റിതര കാര്യങ്ങൾ വേണ്ട, പ്രാർത്ഥന വേണ്ട, ഉപവാസം വേണ്ട, മറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചു. നമ്മളിപ്പോൾ ആക്ഷൻ മാത്രമായി മാറി, അല്ലെങ്കിൽ സെക്യുലർ ഭാഷയിൽ പറയാൻ നടനം മാത്രമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തെ പ്രവൃത്തി പരിചയത്തിനകത്ത് ഒന്നുമില്ലാത്ത ആത്മീയ മൂലച്ചുഴികൾ അല്ലെങ്കിൽ ആത്മീയ അധപ്പതനത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുമ്പോൾ കർത്താവ് നോക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കള്ളനെ പോലെ വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ എത്ര പേര് ഭക്തിയോട് കാണും, ഭക്തിയോട് കാണും, ഭക്തിയോട് കാണും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളെ എത്രമാത്രം കടന്ന്, എത്രമാത്രം ഈ ലോകത്തിലെ ആക്ഷൻ കളിച്ചുകൊണ്ട് എത്രമാത്രം നടന്നാലും ഒരു ദിവസം അതിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ഒരു ദിവസമുണ്ട് നമ്മുടെ പെരുമാറ്റത്തെ അന്ന് അറിയാൻ പറ്റും. നമ്മൾ ക്രിസ്തുവിന് യോഗ്യമായി നടന്നോ ഇല്ലോ എന്ന് അന്നറിയാൻ പറ്റും. മാത്രമല്ല നമ്മൾ സ്വർഗീയ പൗരന്മാരാണോ എന്ന് അന്ന് അറിയാൻ പറ്റും. കാരണം ഒരുപക്ഷെ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരുപക്ഷെ നല്ലവനായി ചമയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അകത്തെ ഹൃദയത്തെ നോക്കുന്ന കർത്താവ് നോക്കുമ്പോൾ എൻ്റെ ജീവിത വിശുദ്ധി എത്രമാത്രമുണ്ട്, ഞാൻ എത്രമാത്രം കർത്താവിന് വേണ്ടി നടന്നു, എൻ്റെ പെരുമാറ്റം ക്രിസ്തുവിന് യോഗ്യമായിരുന്നോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിടർച്ച വരുത്തുന്നതായിരുന്നോ എൻ്റെ പെരുമാറ്റമെന്ന് ഈ കർത്താവ് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയണമെങ്കിൽ ഞാൻ സൗമ്യതയോടെ, ജ്ഞാനത്തിന്റെ ലക്ഷണം കാണിച്ചുകൊണ്ട് സൗമ്യതയോടെ നടക്കുവാൻ കഴിയണം. ഇനിയും രണ്ടാമത്തെ ലക്ഷണങ്ങളിലേക്ക് കടന്നു വരാം. സുവിശേഷത്തെ ബഹുമാനിക്കുന്നവരായി തീരണം. യോഗ്യൻ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സുവിശേഷത്തിന് യോഗ്യമായി, സുവിശേഷത്തിന് യോഗ്യമായി എന്ന വാക്ക് അനുയോജ്യമായി നടക്കുക. വിശ്വാസിയുടെ പ്രവർത്തനം, പെരുമാറ്റം, നടപ്പ് എങ്ങനെയായി തീരണം? സുവിശേഷത്തിന് യോഗ്യമായി തീരണം. ഇന്ന് സുവിശേഷത്തിന് വിരുദ്ധമായൊരു നടപ്പാ ഇന്ന് ജനം നടന്നുകൊണ്ടിരിക്കുന്നത്. പാട്ടുണ്ട്, ആരാധനയുണ്ട്. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. സഭയ്ക്കകത്ത് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തുണ്ടോ? ഉണ്ട്. പാസ്റ്റർ കൂടെ ഉണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷേ സുവിശേഷത്തിന് ബഹുമാനം കൊടുക്കുന്ന രീതിയിലുള്ള യോഗ്യമായ നടപ്പ് നമുക്കുണ്ടോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ നമ്മൾ ചോദിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ റോമ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിന് അനുസരിച്ച്, ആ രാജ്യത്തിന് നിയമങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ നടക്കുന്നു. നിങ്ങളുടെ രീതികൾ അങ്ങനെയാണ്, നിങ്ങളുടെ വസ്ത്രധാരണം എങ്ങനെയാണ്, നിങ്ങളുടെ ആരാധന എങ്ങനെയാണ്, നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പിയ ദൈവസഭയ്ക്കകത്തേക്ക് ലേഖനം എഴുതി, കാരാഗൃഹത്തിനകത്തേക്ക് നാളെ എന്ത് സംഭവിക്കുന്നു അറിയാതെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലൻ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറഞ്ഞുകൊണ്ട് എഴുതിയാണ്, നിങ്ങൾ സുവിശേഷത്തെ ബഹുമാനിക്കുന്നവരായി തീരണം. കാരണം ഇവിടുത്തെ പൗരത്വത്തെ നിങ്ങൾ എത്രമാത്രം ബഹുമാനിക്കുന്നു, അതിനേക്കാൾ ഉപരി കാൽവറി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ആ സ്വർഗീയ പൗരത്വത്തെ നോക്കി നിങ്ങൾ ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ ആ സുവിശേഷത്തെ ബഹുമാനിച്ച് യോഗ്യമായി നടക്കുന്നവരായി തീരണം. കാരണം സുവിശേഷത്തിന് നിങ്ങൾ മുഖാന്തരം ഒരു അപമാനം ഉണ്ടാകുവാൻ അനുവദിക്കരുത്. ഒരു സഭയ്ക്കകത്തെ വിശ്വാസികൾ സഭയ്ക്കകത്ത് ജീവിക്കുമ്പോൾ, സഭയുടെ കൂട്ടവകാശികളായി തീരുമ്പോൾ, ദൈവസഭയുടെ ഭാഗമായി തീരുമ്പോൾ അവർ കാരണം ഒരിക്കലും സുവിശേഷത്തിന് ലജ്ജയായി തീരരുത്. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു പക്ഷേ കഷ്ടങ്ങൾ ഉണ്ടായേക്കാം. കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. അത് പണനഷ്ടം ഉണ്ടായെന്ന് വന്നേക്കാം, ജീവിതയാത്രയുള്ള മറ്റുള്ള വാക്കുകൾ നിമിത്തം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം, ഇതെല്ലാം ഉണ്ടായെന്ന് വന്നേക്കാം. പക്ഷെ പൗലോസ് പറയാണ്, നിങ്ങൾ സുവിശേഷത്തെ ബഹുമാനിച്ച് ക്രിസ്തുവിന് യോഗ്യമായി നടക്കണം. ഇത് പറയുവാൻ 100% അർഹതയുള്ള പൗലോസ് അപ്പോസ്തലനാണ് ഫിലിപ്പിയ ദൈവസഭയ്ക്കകത്തൊക്കെ എഴുതുന്നത്. ഞാൻ ഈ ജയിലറയ്ക്കകത്ത് കടന്നുകൊണ്ട് അടിയേറ്റു, നിന്ദകളേറ്റു, പരിഹാസമേറ്റു, എല്ലാം ഏറ്റു. എന്തിനു വേണ്ടി? ഞാൻ ഈ സുവിശേഷത്തെ ബഹുമാനിക്കുന്നു. ഇത് യോഗ്യമായി നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു പൗരത്വം സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓട്ടവും അധ്വാനവും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഓട്ടം അധ്വാനം ഒക്കെ എന്തിനു വേണ്ടി? നമ്മുടെ പെരുമാറ്റം എങ്ങനെയായി തീരണം? സുവിശേഷത്തെ ബഹുമാനിച്ച് യോഗ്യമായി നടക്കണം. നമ്മുടെ ഈ കാലഘട്ടം ഞാൻ പറഞ്ഞതിന് മുമ്പേ ഓർപ്പിച്ചതുപോലെ വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ആരോടും എന്തും പറയുവാൻ കഴിയാത്തൊരു കാലഘട്ടം, ആത്മീയതയിൽ ജീവിക്കണമെന്ന് പറയാൻ കഴിയാത്തൊരു കാലഘട്ടം, പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കഴിയാത്തൊരു കാലഘട്ടം, മോനെ നീ നേരെ പാതയിൽ നടക്കണം, മോളെ നീ നേരെ പാതയിൽ നടക്കണമെന്ന് പാസ്റ്റർമാർക്ക് ഉപദേശിക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടം, മറുതലിപ്പിന്റെ ഒരു ആത്മാവ് വ്യാപരിക്കുന്ന ദൈവ
ദൈവസഭയ്ക്കകത്ത് ഞാനും നിങ്ങളും വളരെ വ്യക്തമായി ഈ രാത്രിയും തിരിച്ചറിയണം. അത് മടങ്ങി വരേണ്ട കാലം ഏറ്റവും ആസന്നമായി തീർന്നുകൊണ്ടിരിക്കുന്നു. യുവാക്കന്മാർ, യുവതികൾ മടങ്ങി വരണം. നമ്മുടെ യോഗ്യമായ സുവിശേഷത്തെ ബഹുമാനിക്കുന്ന ഒരു തലമുറ നമ്മുടെ ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകുവാൻ കഴിയണം. ഈ സുവിശേഷത്തെ നിന്ദിക്കുന്ന, സുവിശേഷം ലജ്ജയായി തോന്നുന്ന, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ അല്ലെ കൂട്ടുകാർ മുമ്പിൽ ബൈബിൾ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒരു തലമുറ, അല്ലെങ്കിൽ ബൈബിളുമായിട്ട് ദൈവസഭയ്ക്കകത്ത് വരുവാൻ കഴിയാത്ത ഒരു തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എന്നെ പ്രിയ സ്നേഹിതരെ, എന്റെ തലമുറകൾ, നമ്മുടെ ദൈവസഭ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നവരായി തീരരുത്. സുവിശേഷം എന്റെ അഭിമാനമാണെന്ന്, സുവിശേഷത്തെ കുറിച്ച് ബഹുമാനമുള്ളവരായി ആ കർത്താവിന്റെ വചനം പറയുന്ന യോഗ്യതയ്ക്കനുസരിച്ച് നടക്കുന്ന ഒരു ദൈവസഭയായി നമ്മൾ മാറണം. അതിന് പൗലോസ് പറയാണ്, ഈ പൗലോസിന്റെ വാക്കുകൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ വില്യം ബാർക്കളെയൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്ത് അലതള്ളുകയാണ്. വില്യം ബാർക്കളെ പറഞ്ഞിരിക്കുന്നത്, താൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. ഈ പൗരത്വം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കുവാൻ കഴിയത്തില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ പൗരത്വം സ്വീകരിച്ച നിങ്ങൾക്ക് ഒരുപക്ഷത്തെ നിങ്ങളുടെ വസ്ത്രധാരണമൊക്കെ ആ ദേശത്തിനനുസരിച്ചോ അല്ലാതെയോ നിങ്ങൾക്ക് ഇഷ്ടം പോലെയൊക്കെ നടന്നു വന്നേക്കാം. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കുവാൻ കഴിയുന്ന ഒന്നല്ല സ്വർഗീയ പൗരത്വം. നമ്മൾ ഏത് രാജ്യത്ത് പോയാലും, ഏത് രാജ്യത്തിന്റെ പൗരത്വം എടുത്താലും, എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ഒരു സ്ഥലത്ത്, യൂറോപ്യൻ കൺട്രിയിൽ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ആ രാജ്യത്തെക്കുറിച്ച് ഒരു വിവരണം എന്നോട് പറഞ്ഞു. ആ രാജ്യത്തിന്റെ ടിഷ്യൂ, നമ്മൾ ഉപയോഗിച്ച ടിഷ്യൂ എല്ലാം റോഡിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിയുക. അദ്ദേഹം പറഞ്ഞു, അത് ടിഷ്യൂ കൊണ്ടല്ലോ ആ ദേശത്തോട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞത്, ആ രാജ്യത്തിന്റെ നിയമത്തിന്റെ അത്രയ്ക്ക് സ്ട്രോങ് ഉള്ളൂ. പക്ഷേ നമ്മൾ പാർക്കുന്ന ഈ രാജ്യത്തിന്റെ നിയമമോ ഒന്ന് തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ അതിന് കഴിയുവാൻ വേണ്ടി ഞാൻ പ്രാപ്തനാകുന്നുണ്ടെങ്കിൽ, സ്വർഗീയ പൗരത്വം ഓർത്തു നോക്കിക്കേ. എൻ്റെ ഇഷ്ടത്തിന് നടന്നാൽ എനിക്ക് അവിടെ ചെല്ലുവാൻ കഴിയത്തില്ല. എൻ്റെ യോഗ്യതകൾ ഞാൻ നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ സ്വർഗം ഞാൻ നടക്കുന്നത് പോലെ വരണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വേദപുസ്തകത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ പലരും വേദപുസ്തകത്തെ അവർക്കിഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്ന കാലഘട്ടമാണ്. ഈ ചില വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചിലർ വരാറുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടിട്ട് അവരുടെ ഇഷ്ടത്തിന് ബൈബിളെ ഒടിച്ചു അവർക്കനുസരിച്ച് ജീവിക്കുമ്പോൾ, എൻ്റെ പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു കാര്യമുണ്ട്, ഈ വേദപുസ്തകത്തെ അനുസരിച്ച് ജീവിക്കാത്ത ആർക്കും വേദപുസ്തകത്തിന് ഞാൻ എത്രമാത്രം വളച്ചൊടിച്ചാലും എനിക്ക് സ്വർഗീയ പൗരത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. അത് നിയമമാണ്, അത് കർത്താവിൻ്റെ കൽപ്പനയാണ്, കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നിട്ട്, എൻ്റെ ഹിതത്തിനനുസരിച്ച് നടന്നിട്ട് ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറണമെന്ന് പ്രാർത്ഥിച്ചാലും പറഞ്ഞാലും നടക്കാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് സ്വർഗീയ, അവിടെ റെക്കമെൻഡേഷൻ ഇല്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് സ്വർഗീയ കോടതിയാണ്. ഒരു വക്കീലിൻ്റെയും റെക്കമെൻഡേഷൻ പറ്റത്തില്ല, ഒരു പാസ്റ്ററേയും പറ്റത്തില്ല. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും റെക്കമെൻഡേഷൻ നടക്കാത്ത ഒരേ ഒരു സ്ഥലം, ഈ ലോകത്തിലെ എല്ലാ സ്ഥലത്തും റെക്കമെൻഡേഷൻ നടക്കും. നമ്മൾ പറഞ്ഞാൽ ഒരു പക്ഷേ കോടതി ചിലപ്പം കേട്ടെന്ന് വന്നിരിക്കും, മറ്റുള്ളവർ കേട്ടെന്ന് വന്നേക്കും. പക്ഷേ ഈ സ്വർഗീയ കോടതിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ സ്വർഗീയ പൗരനാണെങ്കിൽ അതിനനുസരിച്ച് നിയമം പാലിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പൗലോസ് പറയാണ്, നിങ്ങളുടെ രൂപവും ഭാവവും ഒക്കെ, നിങ്ങളുടെ വ്യക്തിത്വങ്ങളും നിങ്ങളുടെ പെരുമാറ്റവും സുവിശേഷത്തെ ബഹുമാനിച്ച് ദൈവത്തിന് യോഗ്യമായി നടക്കണം. അതുകൊണ്ടാണല്ലോ ഈ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ 10-ാം വാക്യത്തിലൊക്കെ പറയുമ്പോൾ, എതിർപ്പറയുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരായി ഇരിക്കുവാൻ. താഴോട്ടുള്ള വാക്യങ്ങൾ പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. അപ്പം നമ്മൾ സുവിശേഷത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും വഞ്ചിച്ചു പെട്ടു പോകരുത്. മാത്രമല്ല, ഇനി കൊലോസ് ലേഖനത്തിലേക്ക് കടന്നു വരാം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 18 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, ഈ സുവിശേഷത്തെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ, ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവ പൈതൽ സ്വർഗീയ പൗരന്മാർ പ്രമാണിക്കുന്നവരായി തീരണം. ഈ താഴോട്ടുള്ള വാക്യങ്ങൾ, ഈ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള 10 വരെയുള്ള വാക്യങ്ങൾ, 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ ഞാനൊന്ന് വായിച്ചു മാത്രം വിടാം. ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം
ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയുകയും അന്യോന്യം പോക്കു പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോട് ഉരിഞ്ഞു കളഞ്ഞ് തന്റെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ. 12-ാം വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. അപ്പോൾ നമ്മൾ സുവിശേഷത്തെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ നമ്മൾ സുവിശേഷത്തെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ഈ വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നതും മറ്റു ഇതര കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ സുവിശേഷം എന്തു പറയുന്നു? സുവിശേഷത്തിന്റെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു കാണിച്ചെന്നത് അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ തൊട്ടു മേലോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയരും മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം. സുവിശേഷത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ധരിച്ചിട്ട് തൊട്ടു മേലോട്ടുള്ള വാക്യങ്ങൾ, 10-ാം വാക്യം താഴോട്ടുള്ള വാക്യങ്ങൾ അതെല്ലാം ഉപേക്ഷിക്കുന്നവരായി നടന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ യോഗ്യന്മാരായി നടക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. പലപ്പോഴും എന്താ പറ്റിപ്പോയെ? ദൈവസഭകൾക്കകത്ത് ആത്മീയ കാഴ്ചപ്പാട് പ്രാപിച്ചവർക്ക് എന്ത് പറ്റിപ്പോയി? പണ്ട് നമ്മുടെ ദൈവസഭകൾക്കകത്ത് മനസ്സലിവുണ്ടായിരുന്നു, അന്യോന്യം കരുണയുണ്ടായിരുന്നു, ദയുണ്ടായിരുന്നു, താഴ്മതയുണ്ടായിരുന്നു, സൗമ്യതയുണ്ടായിരുന്നു, ദീർഘക്ഷമയുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ദൈവസഭകൾക്കകത്ത്, ആത്മീയ ആരാധനകൾക്കകത്ത്, കൂട്ടായ്മകൾക്കകത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്ത് സംഭവിച്ചു പോയി? നൂറ്റാണ്ടുകൾ മാറിയപ്പോൾ, കാലപ്പഴക്കം വന്നപ്പോൾ ദൈവസഭയ്ക്കകത്ത് ഇതെല്ലാം അന്യം നിന്ന് പോയിട്ട് ഇപ്പോൾ തൊട്ട് മേളി പറഞ്ഞിരിക്കുന്ന വാക്കുകളും വാചകങ്ങളും മാത്രമേ നമ്മുടെ ദൈവസഭകൾക്കകത്ത് ആത്മീയരെന്ന് പേര് പറയുന്നവരുടെ ഇടയിലുള്ളൂ. അന്യോന്യം കുറ്റപ്പെടുത്തുന്നവർ, അന്യോന്യം മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവർ, അന്യോന്യം മറ്റുള്ളവരെ കുറിച്ച് പരാതികൾ പറയുന്നവർ ആയിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും അന്യോന്യം സ്നേഹിക്കുവാനോ താഴ്മ ധരിക്കുവാനോ അല്ലെങ്കിൽ കരുണ കാണിക്കുവാനോ മനസ്സലിവ് കാണിപ്പിക്കുവാനോ സ്നേഹം കാണിക്കുവാനോ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ആത്മീയ ലോകം വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ രാത്രി ദൈവവചനം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മേലുള്ള സകലത്തെ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട്, പൗലോസ് പറയുന്ന ഒരു വാക്കതാണ് ഉരിഞ്ഞു കളയണം. അതിനെ കീറിക്കളഞ്ഞേക്കണം, അതിനെ മാറ്റിക്കളഞ്ഞേക്കണം. എന്നിട്ട് താഴോട്ടുള്ള താഴ്മ, മറ്റുള്ള ഇതര കാര്യങ്ങൾ പ്രാപിച്ച് നടന്ന് സുവിശേഷത്തെ ബഹുമാനിക്കുന്ന ക്രിസ്തീയ ഭടനായി യോഗ്യനായി നീ നടന്നെങ്കിൽ മാത്രമേ ആ സ്വർഗീയ പൗരന്റെ ആ സ്വർഗീയ പൗരത്വത്തിലുള്ള അവകാശം പ്രാപിച്ചെടുക്കുവാനും അതിലേക്കുള്ള പ്രവേശനം നിനക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് പലപ്പോഴും ഇതൊന്നും ആവശ്യമില്ലാത്തവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ആവശ്യമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ നമ്മുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും തലമുറകൾക്ക് ആവശ്യമായ ദൈവീയ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് സെൽഫിഷ് മെന്റാലിറ്റിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ഇന്ന് കരുണയെന്ന് വാക്ക് നമ്മുടെ ആത്മീയ ലോകത്തിലില്ല. ഒരു മനസ്സലിവിന്റെ ഒരു വാക്ക് നമ്മുടെ ആത്മീയ ലോകത്ത് എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മുടെ ആത്മീയ ലോകത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവാത്മാവിന്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചവരാണെങ്കിൽ ഇത് പ്രകടിപ്പിക്കുന്നവരായി തീരണം. കാരണം അന്യോന്യം സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഈ സുവിശേഷത്തെ ബഹുമാനിക്കുന്ന ദൈവവൈതലിന്, ദൈവസഭയുടെ വളർച്ച ആഗ്രഹിക്കുന്ന ദൈവവൈതലിന്, ദൈവസഭയിൽ ആത്മാക്കൾ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവവൈതലിന്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന് എപ്പോഴും പറയാൻ കഴിയണം, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായി മാറും, മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സലിവ് കാണിക്കുന്നവനായി മാറും. മറ്റെല്ലാം ഇതര കാര്യങ്ങൾ, ലോകത്തിന്റെ ഇതര കാര്യങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു ആത്മീയനായി ജീവിച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കാഹളം ധ്വനിക്കുമ്പോൾ ആ കാഹള ധ്വനിയുടെ ശബ്ദം എൻ്റെ കാതിൽ കേൾക്കുവാൻ കഴിയുള്ളൂ. എൻ്റെ പ്രിയ സ്നേഹിതർ, ഒരു കാര്യമാണ് ഞാൻ പറയാം. നമ്മൾ ഇന്ന് കാണുന്നവരും ഇന്നും നമ്മൾ പോകുമെന്ന് വിചാരിക്കുന്നവർ പലരും അന്ന് പോകുകയില്ല. ഉറപ്പുള്ള കാര്യമാണ്. കാരണം പ്രവൃത്തി ദൈവസഭയ്ക്ക് കർത്താവിന്റെ സുവിശേഷത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ കർത്താവിന്റെ കാഹളധ്വനി കേൾക്കുകയില്ല. ഇനി വേഗം ഞാൻ കടന്നു പോകട്ടെ. മൂന്നാമത്തെ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവസഭ, ക്രിസ്തീയ ദൈവസഭ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന അടയാളപ്പെടുത്തിയ മഹത്വമുള്ള ദൈവസഭ ഉറച്ചു നിൽക്കുന്നവരായി തീരണം. ഈ ഉറപ്പിനെ കുറിച്ച് പൗലോസ് പറയുന്ന സാഹചര്യം ഞാൻ മുമ്പേ ഓർപ്പിച്ചു. ജയിലറയ്ക്കകത്ത് കടന്നുകൊണ്ട് നാളെ തനിക്ക് എന്ത് സംഭവിക്കും, മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന
പൗലോസ് അപ്പോസ്തലൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാളെ മരണത്തിന് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. വളരെ നമ്മുടെ നാടൻ രീതി പറഞ്ഞാൽ വിഷാദനായിരിക്കുവാൻ വേണ്ടി ഒരു പക്ഷെ മരണം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിനകത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തടവ് ജയിലിനകത്ത് കിടക്കുന്ന ഒരു വ്യക്തി നമുക്ക് ഒരു പക്ഷെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ പൗലോസ് അതിന് വ്യത്യസ്തനായി പറയുകയാണ്, ഉറച്ചു നിൽക്കണം. ദൈവസഭ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഉറച്ചു നിൽക്കുന്നവരായി തീരണം. അതിന് പൗലോസ് 2-3 കാര്യങ്ങൾ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒന്ന്, ദൈവസഭ എന്തിലൊക്കെ ഉറയ്ക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഒന്ന്, ദൈവസഭ ഐക്യത്തിൽ ഉറയ്ക്കണം. ഐക്യത്തിൽ ഒരു ആത്മാവിൽ ഐക്യത്തിൽ ദൈവസഭ ഉറയ്ക്കണം. എനിക്ക് പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം ഉറപ്പാ, ദൈവസഭയുടെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് കാരണമെന്നറിയാമോ? ഐക്യതയാണ് ഒരു ദൈവസഭയുടെ ഏറ്റവും വളർച്ചയ്ക്ക് കാരണം. ഒരു കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് ഐക്യത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവൻ ഐക്യതയോടുകൂടി നിന്ന് സഹോദരങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ആ കുടുംബത്തിന് ശക്തി കൂടും എന്ന് പറഞ്ഞതുപോലെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും മേത്രമായ അല്ലെങ്കിൽ മഹത്വമായ കാര്യമെന്ന് പറഞ്ഞാൽ ഐക്യതയിൽ നിൽക്കുക എന്നുള്ളതാണ്. ഐക്യതയിൽ ഉറച്ചു നിൽക്കണം. കാരണം നമ്മൾ ഒരു ആത്മാവ് പ്രാപിച്ചവരാണ്. ഈ ദൈവസഭ, ഞാൻ എല്ലാ ക്ലാസ്സിൽ പറയുന്ന പോലെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും ഐക്യത നമ്മുടെ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിച്ചോണം, നമ്മുടെ ആത്മാവ് ഏതാണ് തീരുമാനിച്ചോണം. കാരണം ഒരാത്മാവിനെ പ്രാപിച്ചവൻ, ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ചവൻ, ക്രിസ്തുവിന്റെ ഐക്യതയിൽ അന്യോന്യം കൈകോർത്ത് നിൽക്കുന്നവരായി തീരണം. ദൈവസഭയ്ക്കകത്ത് നമ്മളെല്ലാ ആഴ്ചകളിലും എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനയിലും നമ്മളെല്ലാ ഉപവാസ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യമാണല്ലോ ദൈവസഭയ്ക്കകത്തേക്ക് ആത്മാക്കൾ കടന്നു വരണം, പുതിയ കുടുംബങ്ങൾ കടന്നു വരണമെന്ന്. പക്ഷെ ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ഐക്യതയിൽ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ഒന്നിച്ചെന്ന് ഉപവസിക്കാൻ കഴിയുമോ? ദേശത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്നിച്ചെന്ന് ദൈവസന്നിധിയിലെ കരങ്ങൾ കോർക്കുവാൻ കഴിയുമോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്ക് ഐക്യത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഉപവസിക്കാൻ താല്പര്യമില്ലാത്തവർ പോലും ദൈവസഭയ്ക്കകത്ത് ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഉപവസിക്കാൻ ഒരു നേരത്തെ ആഹാരം, ഒരു മണിക്കൂറത്തെ ആഹാരം പോലും മാറ്റിവെക്കാൻ തയ്യാറില്ലാത്തവർ ഇന്ന് ആത്മീയ ലോകത്തിൽ അനേക വ്യക്തികളുണ്ട്. എനിക്ക് പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും അങ്ങനെ ഐക്യതയുടെ ആത്മാവിനാൽ മടങ്ങി വന്നെങ്കിൽ മാത്രമേ ദൈവസഭയ്ക്കകത്തൊരു ആത്മീയ ഉണർവുണ്ടാകത്തുള്ളൂ, നമ്മുടെ തലമുറയ്ക്കകത്തൊരു ആത്മീയ ഉണർവുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ, ഞാനും നിങ്ങൾ ഉപവസിക്കാത്തവരാണെങ്കിൽ, ഞാനും നിങ്ങളും ദൈവസഭയിൽ ഐക്യത കാണിക്കാത്തവരാണെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് ആ ഐക്യതയിലേക്ക് വരുവാൻ കഴിയത്തില്ല, ആ ദൈവസഭയിൽ ഉപവസിക്കുവാൻ കഴിയത്തില്ല, അവർ പ്രാർത്ഥിക്കാത്തവരായി മാറും. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്രകാരം ഓർക്കുന്നു: കൈയടിക്കാത്ത അപ്പന്റെ മകൻ വന്ന് ദൈവസനയിൽ ഇരുന്ന്, കൈയടിക്കാത്ത അപ്പൻ സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ കൈകെട്ടി നിൽക്കുന്ന അപ്പന്റെ മോൻ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നാൽ അവൻ കൈ അടിക്കുന്നവന്റെ കൈ വെട്ടുന്നവനായി മാറുമെന്ന്. അത് അർത്ഥവർത്താണ്. കാരണം അറിയാമോ, അവൻ ദൈവത്തോട് സ്നേഹമില്ലാത്തവനായി മാറും, ഐക്യതയില്ലാത്തവനായി മാറുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സോടും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, 2-ാമത്തെ വാക്യമാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആൾക്കാർ വന്ന് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കണം. സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക്, സുവിശേഷത്തിന് യോഗ്യമായി നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കണം. ഒരു ആത്മീയരും തമ്മിൽ കൂടുമ്പോൾ അവന് പറയുവാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ: നമ്മുടെ കർത്താവ് വരാറായി. ഞാനും നിങ്ങളും എന്നെ പ്രിയ സ്നേഹിതരെ, നമ്മൾ കൂടുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, നമ്മൾ അന്യോന്യം സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയുവാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആരാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു? ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ടാണല്ലോ 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടിരിപ്പിൻ, എന്നാൽ സ്നേഹത്തിന്റെ സമാധാനത്തിന് ദൈവം നിങ്ങോട് കൂടെ ഇരിക്കും. അടുത്ത വാക്യം 12-ാം വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സഹോദരന്മാരെ, സന്തോഷിപ്പിൻ, സന്തോഷമുള്ളവൻ, യഥാസ്ഥാനപ്പെടുന്നവൻ, ആശ്വസിക്കുന്നവൻ, ഏക മനസ്സുള്ളവൻ, സമാധാനത്തോടെ ഇരിക്കുന്നവൻ, സ്നേഹത്തിലും സമാധാനം ദൈവം നമ്മോട് കൂടി ഇരുന്നിട്ട് പൗലോസ് പറയാണ്, വിശുദ്ധ ചുംബനം കൊണ്ട് സഹോദരന്മാർക്ക് വന്ദനം ചെയ്യണം. എങ്ങനെ? ക്രിസ്തുവിൽ നടക്കുന്നവൻ, ക്രിസ്തുവിന് യോഗ്യനുമായി നടക്കുന്ന വ്യക്തി മാത്രമേ വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യാവൂ. ഇനി എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഞാൻ വാക്യങ്ങൾ പറഞ്ഞു വിടുന്ന കാരണം മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ്. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ആത്മാവിന്റെ ഐക്യത സമാധാനത്തിന് മുമ്പിൽ കാപ്പാൻ ശ്രമിച്ചുകൊള്ളുകയും നിങ്ങളെ വിളിച്ചപ്പോൾ ഒരു ദൈവ പൈതൽ, സുവിശേഷത്തിന്റെ ദർശനം പ്രാപിച്ചവൻ, യോഗ്യമായി നടക്കുവാൻ വേണ്ടി വിളിച്ചിരിക്കുന്ന ദൈവ പൈതൽ സഭയ്ക്കകത്ത് നടക്കുന്ന എങ്ങനെ? നീ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. താഴോട്ട് വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഇപ്പോൾ ദൈവസഭയ്ക്കകത്ത് ഞാൻ കടന്നു വന്നിരിക്കുമ്പോൾ ഈ സഭയ്ക്കകത്തിരിക്കുന്നവരെല്ലാം എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. കാരണം അകത്ത് ഞാൻ പ്രാപിച്ചിരിക്കുന്ന ആത്മാവും ഒന്ന് ആകൊണ്ട് ആ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഒത്തിരി വാക്യങ്ങളൊക്കെ വായിക്കാനുണ്ടെങ്കിലും ഞാൻ അതൊന്നും വായിക്കുന്നില്ല, മുന്നോട്ട് കടന്നു പോവുകയാണ്. ഇനി ഈ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, ഐക്യതയിൽ ഉറച്ചു നിൽക്കണം. രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സുവിശേഷത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടുന്ന സഭയായി നമ്മൾ മാറണം. അവിടെ ഗ്രീക്ക് വേർഡിൽ പറഞ്ഞിരിക്കുന്നത് മത്സരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. മത്സരിക്കുന്നു എന്നാണ്. സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തിന് വിശ്വാസത്തിന് വേണ്ടി ഒന്നിച്ച് മത്സരിക്കുന്നു. പോരാടുക എന്ന വാക്കിന് പകരം അവിടെ എഴുതിയിരിക്കുന്ന, ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന വേർഡ് മത്സരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഒന്നിച്ച് മത്സരിക്കുന്നവരായി തീരണം. ഒരു ഓട്ടക്കളത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയാണ്, ഒന്നിച്ച് നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി മത്സരിക്കുന്നവരായി തീരണം. എന്തിനു വേണ്ടി? ഒരു വിജയത്തിനു വേണ്ടി. ദൈവസഭ ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കുന്നവരായി തീരണം. പലപ്പോഴും ദൈവസഭ, ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമുണ്ടല്ലോ, ഒരു ടീമായി നിൽക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട ഒരു ക്രിക്കറ്റ് ടീമിനെ കുറിച്ച്, വനിതാ ടീമിനെ കുറിച്ച് നമ്മൾ കണ്ടല്ലോ. അവരുടെ ഐക്യത്തിന്റെ ബലം അത് കണ്ടു. അതിനുവേണ്ടി സാക്ഷ്യപ്പെടുത്തിയ ഒരു യുവതിയെ കുറിച്ച് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടല്ലോ. കാരണം എന്തറിയാമോ? അവൾ ഒരു ടീമായി നിന്നപ്പോൾ വിജയം കാണുവാൻ കഴിഞ്ഞു. ഒരു ഫുട്ബോൾ ടീം പലരും പലതായിട്ട് നിന്നാൽ, അവർ കളിക്കുന്ന 11 പേരും മാറി വെവ്വേറെ ചിന്താഗതികളോട് നിന്നാൽ അതിന് വിജയം കാണുവാൻ കഴിയത്തില്ല. ഒരു സഭയ്ക്കകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, സഭയ്ക്കകത്ത് വരുന്ന 100 വിശ്വാസികളുണ്ടെങ്കിൽ ആ 100 വിശ്വാസികളും ഏക മനസ്സോടെ, ഏക അഭിപ്രായത്തോടെ, ഐക്യതയോടെ ഒന്നിച്ച് കടന്നു വന്നെങ്കിൽ മാത്രമേ ദൈവസഭ ആത്മീയമായി ഉണരുവാൻ കഴിയുള്ളൂ. പലപ്പോഴും ദൈവസഭയ്ക്കകത്തൊരു ആത്മീയ തകർച്ചയ്ക്ക് കാരണമെന്നറിയാമോ? കടന്നു വരുന്നവരെല്ലാം, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരാൾക്ക് തന്നെ 4-5 അഭിപ്രായമുള്ളവരാ ദൈവസഭയ്ക്കകത്ത് ഈ കാലഘട്ടത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും ഒറ്റ അഭിപ്രായമുള്ള. എന്തിനു വേണ്ടി പോരാടണം? സുവിശേഷത്തിന് വേണ്ടി, ആ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി അന്ത്യത്തോളം പോരാടുന്നവരായി തീരണം. നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന പരമപ്രധാനമായ ലക്ഷ്യം, നമ്മളെ കേരളത്തിലാക്കി വെച്ചെങ്കിൽ, നമ്മളെ മറ്റു ഇതര സ്ഥലത്താക്കി വെച്ചെങ്കിൽ, നമ്മളെ ഈ ദോഹയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് പരമപ്രധാനമായ ലക്ഷ്യമെന്ന് അറിയാമോ? ഈ സുവിശേഷത്തിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കുവാൻ വേണ്ടി മാത്രമാണ്. ഞാൻ വേഗം ചില വാക്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അവസാനത്തെ 1-2 വാക്യങ്ങൾ വായിച്ചിരിക്കുന്നു. 1 പത്രോസ് ലേഖനം, കഴിഞ്ഞ ആഴ്ച ദൈവദാസൻ വായിച്ച വാക്യമാണ്. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. നിർമ്മലരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ വിശ്വാസം അലർന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനും ഈ കഷ്ടങ്ങൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. സാത്താനോട് എതിർത്ത് നിൽക്കുന്നവരായി തീരണം. ഉറച്ച് ഏകമനസ്സോട് മത്സരബുദ്ധിയോടുകൂടി ദൈവസനയിൽ ആ സുവിശേഷത്തിനു വേണ്ടി അഘോരാർത്ഥം പോരാടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ, ഇവിടെ പത്രോസ് പറയാണ്, പ്രതിസന്ധികളും ജീവിതയാത്രയിൽ പോരാട്ടങ്ങൾ കടന്നു വരും. പക്ഷെ എന്ത് ചെയ്യണം? അതിനുവേണ്ടി എതിർത്ത് നിൽക്കുന്നവരായി തീരണം. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി എതിർത്ത് നിൽക്കുന്നവരായി തീരണം. അതുകൊണ്ടാണല്ലോ യൂദയുടെ ലേഖനം 3-ാം വാക്യം, പ്രിയരെ
നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നമ്മൾ പോരാടണം. നാലാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ വേഗം ഇരിക്കുന്നു. നമ്മൾ ദൈവസഭ ധൈര്യമുള്ളവരായി തീരണം. എന്തെങ്കിലും കണ്ടാൽ, എന്തെങ്കിലും കേട്ടാൽ അതിനുവേണ്ടി നമ്മൾ മനസ്സിന് വിഷമിച്ച് ജീവിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറരുത്. നമ്മൾ ധൈര്യമുള്ളവരായി തീരണം. ഈ സാത്താന്റെ വലിയ തന്ത്രം എന്തെന്നറിയാമോ? ക്രിസ്ത്യ ദൈവസഭയെ മുന്നോട്ട് വിടാതിരിക്കാൻ സാത്താന്റെ വലിയ തന്ത്രമാണ് പീഡനം അയക്കുക എന്നുള്ളത്. ഈ പീഡിപ്പിക്കുന്നവർ ഈ നാശത്തെ കണ്ടിട്ട് ക്രിസ്തുവിലേക്ക് വരുവാൻ കഴിയും. ഇന്ന് നമ്മൾ കാണുന്ന നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളെ നശിപ്പിക്കുന്ന പല സ്ഥലത്തും നിങ്ങൾ കണ്ടു നോക്കിക്കുവോ, അവിടെ എല്ലാം പീഡിതരെ കണ്ടിട്ടാണ് സുവിശേഷത്തിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. പീഡനം നമ്മുടെ രക്ഷയുടെ ഒരു അടയാളമായി നമ്മൾ മാറ്റണം. പൗലോസ് പറയാണ്, എന്നെ ജയിലറയ്ക്കകത്ത് ആക്കപ്പെട്ടപ്പോൾ, ഞാൻ ജയിലറയ്ക്കകത്ത് കടന്നപ്പോൾ, ആ പീഡനം കണ്ടപ്പോൾ, എന്നെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ, എൻ്റെ ചുറ്റുപാടും മറ്റുള്ളവർ വന്ന് അവർ കൂടിയപ്പോൾ അവരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അവരും യേശുവിലേക്ക് നേടുവാൻ കഴിഞ്ഞു. അതായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ ഏക ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പോൾ ധൈര്യമുള്ളവനായി തീരണം. കഷ്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്നവരായി നമ്മൾ മാറണം. കാരണം ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാണ് ഞാനും നിങ്ങളും. നമുക്ക് പോകുവാനുള്ള ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് സ്വർഗരാജ്യം മാത്രമാണ്, ആ നിത്യത മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി നമ്മുടെ കാതുകൾ നമ്മുടെ ഈ ലോകത്തിന്റെ അനുരൂപപ്പെട്ടു പോകാതെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ, കുറ്റങ്ങൾ, കുറവശങ്ങളില്ലാത്ത മനുഷ്യരില്ല. അതെല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞ്, കർത്താവേ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആരോടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ജീവിതയാത്രയിൽ കർത്താവിനോട് അടുത്ത് ജീവിക്കുക. ഇന്ന് രാത്രിയിൽ കാഹളം തൊടിച്ചാൽ ഞാനിവിടെ ചോദിക്കുകയാണ്, കർത്താവേ ഞാൻ പോകുമോ എന്ന് ചോദ്യവുമായിട്ട് വേണം ഈ രാത്രി മടങ്ങുവാൻ. ഈ കാഹളം ധ്വനിക്കുമ്പോൾ ആ കർത്താവിനോടൊപ്പം ആ മുഖാമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഓർത്ത് സുവിശേഷത്തെ ബഹുമാനിക്കുന്ന, അതിന് ക്രിസ്തുവിന് യോഗ്യമായി നടക്കുന്ന ദൈവമക്കളായി തീരുവാൻ നമ്മളെ തന്നെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഈ വചന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.